ഹായ്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 200 ml ഒരു കപ്പ് ശർക്കര പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പഴം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴം നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിൻ്റെ മുമ്പ് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിലൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഇനി 1 സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് പഴം നന്നായിട്ട് വാട്ടിയെടുക്കണം. പഴം നന്നായിട്ട് വാടി വന്നാൽ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ റവയും കൂടെ വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ റവ വറുത്തൊരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കണം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു വാഴയിലെടുത്ത് ഇതുപോലൊരു പിഞ്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിക്കൊടുത്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് കുറേശ്ശെ ഭാഗം എടുത്ത് ഇതുപോലെ വാഴയിൽ വെച്ച് മടക്കി ഒരു സ്റ്റീമറിൽ ആവി പിടിപ്പിച്ച് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോ 7 മിനിറ്റോ വെച്ച് ആവി പിടിപ്പിച്ച് വേവിച്ചെടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് മടക്കി ഓരോന്നായിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാം. കൂടുതൽ ഓയിലും ഇല്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടിയാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ എളുപ്പത്തിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ പറ്റുന്നൊരു ചായക്കടിയാണിത്. അപ്പോൾ 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്ത് ചായക്കടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിൽ നിന്നും ഓരോന്നായിട്ട് ഇതുപോലെ എടുത്ത് ചായക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്